ഗോട്ട് സിനിമ ഫസ്റ്റത്തെ ഷോ തന്നെ അത് റിലീസ് ചെയ്തപ്പോൾ ഞാൻ കണ്ടു. എന്നിട്ട് അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായ വീഡിയോ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഇന്ന് വരെ എനിക്ക് ലഭിച്ചിരിക്കുന്ന വ്യൂസ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ വ്യൂസാണ്. അപ്പോൾ ഞാനത് സിനിമ കണ്ടതും തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടും എനിക്ക് അത്രേ വ്യൂസ് കിട്ടിയുള്ളൂ എന്ന് കണ്ടപ്പോൾ ഞാൻ സത്യസന്ധമായ അഭിപ്രായമാണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് എനിക്ക് അത്രേ വ്യൂസ് കിട്ടിയുള്ളൂ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് സങ്കടമായി. അപ്പോൾ ഞാൻ യൂട്യൂബിൻ്റെ ആ ഹോം സ്ക്രീൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവർ ഈ വീഡിയോ ചെയ്തതിൻ്റെ റിവ്യൂ വീഡിയോ ചെയ്തതിൻ്റെ ആ തമ്പനയിലുകൾ ഇങ്ങനെ വന്നു. അപ്പോൾ അവർക്ക് നോക്കുമ്പോൾ ഒരുപാട് വ്യൂസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അങ്ങനെ മറ്റുള്ളവരുടെ ചാനലിൽ ഒരു സിനിമയ്ക്ക് എന്താണ് റിവ്യൂ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാറേ ഇല്ല. ഞാനൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായം എന്താണോ അത് മാത്രമേ ഞാൻ വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാറുള്ളൂ. മറ്റുള്ളവരുടെ ഒന്നും ഞാൻ നോക്കാറില്ല. കാരണം മറ്റുള്ളവരുടെ നോക്കിയിട്ട് ചിലവരൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷേ ആ പരിപാടി എനിക്കിഷ്ടമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായം എൻ്റേത് മാത്രമാണ്. ഞാനെന്നും ഞാൻ തന്നെ ആയിരിക്കും. അതാണ് എൻ്റെ സ്റ്റൈല്. അപ്പോൾ ഞാനിതിങ്ങനെ കണ്ടപ്പോൾ ഇവർക്ക് ഇത്രയും വ്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അതെന്നറിയാൻ ഞാൻ വെറുതെ ഒരു ആളുടെ ഒന്ന് പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ കണ്ട കാഴ്ച, അപ്പോൾ ഇതിൽ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും മറ്റുള്ളവർക്കും ഇതേപോലെ കുറേ വ്യൂസ് കിട്ടിയ ഓരോ തമ്പനയിലുകൾ കണ്ടു. അപ്പം ഞാൻ അതും പ്രസ് ചെയ്ത് നോക്കി. അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ആകെ ഷോക്ക്ഡായി. എന്താ സംഭവം എന്ന് വെച്ചാൽ എല്ലാറ്റിലും ഗോട്ട് സിനിമയെക്കുറിച്ച് നെഗറ്റീവ് റിവ്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. നെഗറ്റീവ് റിവ്യൂ എന്ന് പറഞ്ഞാലും പോരാ, എനിക്ക് ആ സിനിമയിൽ കണ്ടിട്ട് തോന്നാത്ത തെറ്റായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതെന്താ കാരണം എന്ന് വെച്ചാൽ, സിനിമകളുടെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് റിവ്യൂ കൊടുത്താലാണ് കൂടുതൽ വ്യൂസ് കിട്ടുക. അതുകൊണ്ട് തന്നെയാണ് അവരങ്ങനെ കൊടുത്തിരിക്കുന്നതെന്ന് എനിക്ക് ചിന്തിക്കാതിരിക്കാൻ വയ്യ. കാരണം ഈ സിനിമയ്ക്ക് ഞാൻ കണ്ടിട്ട് നമ്മൾ പോയി ഒറ്റയ്ക്ക് പോയി കാണുകയാണെങ്കിലും ഫ്രണ്ട്സിനോടൊപ്പം പോയി കാണുകയാണെങ്കിലും അതേപോലെ ഫാമിലി ആയിട്ട് പോയി കാണുകയാണെങ്കിലും ഈ സിനിമയ്ക്ക് ഒരു കുറവ് പറയാൻ ഒരു കാര്യവും എനിക്ക് തോന്നിയിട്ടില്ല. ഇതിൽ കുറച്ച് നെഗറ്റീവ് വിഷയങ്ങളുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു 4-5 നെഗറ്റീവ് വിഷയങ്ങൾ ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ നെഗറ്റീവ് വിഷയങ്ങളൊന്നും തന്നെ ഈ സിനിമയുടെ ആസ്വാദനത്തെയോ ഈ സിനിമയുടെ നിലവാരത്തെയോ തെല്ലും താഴ്ത്താത്ത നെഗറ്റീവ് വിഷയങ്ങളാണ് ഉള്ളത്. അതായത് നമ്മൾ ഈ സിനിമ ആദ്യം മുതൽ അവസാനം വരെ കാണുമ്പോൾ ഇതിൽ ഞാൻ പറയാൻ പോകുന്ന നെഗറ്റീവ് വിഷയങ്ങൾ പലരും മനസ്സിലാകുന്ന പോലും ഉണ്ടാവില്ല. എനിക്ക് മനസ്സിലായി, കാരണം ഞാൻ അത് ശ്രദ്ധിച്ച് കണ്ടതുകൊണ്ട് ഒരു 4-5 വിഷയം എനിക്ക് തോന്നി. പക്ഷേ അതൊന്നും തന്നെ എനിക്ക് ഈ സിനിമയെ യാതൊരു വിധത്തിലും ബാധിക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല. അതാണ് സത്യം. ഇതൊരു നല്ല സിനിമയാണ്. ഈ സിനിമയ്ക്ക് ഞാൻ നോക്കിയിട്ട് യാതൊരു കുഴപ്പമില്ല. അതായത് ഇത് നമ്മൾ കാണുന്നതിന്, എൻജോയ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ഇത് മനസ്സിൽ തങ്ങി നിൽക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. എന്നിട്ടും നെഗറ്റീവ് റിവ്യൂസുകളാണ് വന്നിരിക്കുന്നത്. അതും നമ്മുടെ കേരളത്തിലുള്ള റിവ്യൂവേഴ്സിലാണ്. ഞാൻ എല്ലാവരുടെയും കണ്ടിട്ടില്ല കേട്ടോ. ഞാനൊരു 2-3 പേരുടെയാണ് കണ്ടത്. ഒരു രസം എന്താണെന്ന് വെച്ചാൽ ഈ 2-3 പേരും തന്നെ ഒരേപോലെ തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കുകയാണ്, എനിക്ക് ശരിക്കും ഒട്ടും മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കുക, എന്താണ് ഇങ്ങനെയൊക്കെ പറയാൻ കാരണം? നിങ്ങൾ ഈ സിനിമ കണ്ടിരുന്നോ? പ്രേക്ഷകരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ സിനിമ കണ്ടിട്ട്? എനിക്ക് യാതൊരു കുഴപ്പവും തോന്നിയില്ല. ഈ സിനിമയെക്കുറിച്ച് ഒരാൾ പറഞ്ഞിരിക്കുന്നത് വിജയുടെ ഒരു കിക്ക് കിട്ടുന്നില്ല, വിജയ് വയസ്സായതുകൊണ്ട് എനർജറ്റിക് അല്ലാതെയാണ് അഭിനയിച്ചിരിക്കുന്നത്, വിജയ് പോരാ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ആവറേജ് പടം, അപരാധം, ലേഗാണ്. അതുപോലെ ഈ സിനിമയ്ക്ക് 2ാം ഭാഗം വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഒരാൾ പറയുന്നത് ദയവ് ചെയ്ത് 2ാം ഭാഗം എടുക്കരുത്, കാരണം ഇത് തന്നെ സഹിക്കാൻ വയ്യാന്ന് എന്തോ കാല് പിടിച്ച് പറയുന്ന പോലെ പറയുന്നത്. എന്താ പ്രിയപ്പെട്ടവരെ, ഞാൻ മനസ്സിലാകാനായിട്ട് ചോദിക്കുകയാണ്, സത്യമായിട്ട് മനസ്സിലാകാനായിട്ട് ചോദിക്കുക. ഇമാതിരി പടത്തിനെ പോയിട്ട് ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ, പ്രിയമുള്ളവരെ ഞാനൊരു കാര്യം പറയാം. ഒരു സിനിമ നല്ല സിനിമയായിരുന്നിട്ട് നെഗറ്റീവ് റിവ്യൂ കൊടുത്താലേ അതിന് വ്യൂസ് വരുള്ളൂ എന്നാണെങ്കിൽ
തീർച്ചയായിട്ടും അത് ഈ ചാനലിൽ ഉണ്ടാവുകയില്ല. ഞാൻ സത്യസന്ധമായിട്ടേ കാര്യങ്ങൾ പറയുള്ളൂ. എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെട്ടു എന്നേ പറയുള്ളൂ. അതിൻ്റെ കാരണങ്ങളും ഞാൻ പറഞ്ഞിരിക്കും. അതേസമയം ആ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ, എനിക്ക് മാത്രമല്ല പ്രേക്ഷകർക്കും അത് ഇഷ്ടപ്പെടില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയാൽ, ഞാൻ സിനിമ കാണുമ്പോൾ തന്നെ എനിക്കറിയാം, എനിക്ക് കുറച്ചൊക്കെ കഥയൊക്കെ എഴുതാൻ അറിയാം. അതുകൊണ്ട് തന്നെ ആ സിനിമ കാണുന്ന സമയത്ത് ആ കഥയുടെ പോക്ക് എങ്ങനെയാണ്, കഥ നല്ലതാണോ, എല്ലാം മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ഈ സിനിമ പ്രേക്ഷകരിൽ റീച്ച് ആവുമോ, അവർ സിനിമ തിയേറ്ററിലേക്ക് വന്ന് ഇത് കാണുമോ, ഫാമിലി വന്ന് കാണുമോ എന്നൊക്കെ എനിക്ക് സിനിമ ഒരു തവണ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് നിങ്ങൾക്കും കുറേ പേർക്ക് മനസ്സിലാവുമായിരിക്കും, എന്തായാലും എനിക്ക് മനസ്സിലാവും. അപ്പോൾ നല്ല സിനിമയാണെങ്കിൽ നല്ലതാണെന്നും, അതേസമയം മോശം സിനിമയാണെങ്കിൽ അത് ഏത് കൊമ്പൻ ഹീറോ ആയിട്ട് അഭിനയിച്ചതായാലും ശരി, ഏത് കൊമ്പൻ ഡയറക്ടർ ആയിരുന്നാലും ശരി, അതേപോലെ പ്രൊഡ്യൂസർ ആയിരുന്നാലും ശരി, ഞാനത് മോശം എന്ന് തന്നെ പറയും. ആ സിനിമയ്ക്ക് എന്താണ് മോശം അതിൽ ഞാൻ കണ്ടതെന്നും പറയും. അത് തിരുത്തി ആ കഥ ഞാൻ വേണമെങ്കിൽ ഈ രീതിയിൽ ഇത് ചെയ്താൽ നന്നായിരുന്നു എന്നും ഞാൻ പറയും. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതിന് മുമ്പൊരു വീഡിയോയിൽ ഇതേപോലെ ഒരു സിനിമയുടെ കഥ, 2 സിനിമകളുടെ കഥ ഈ രീതിയിലായിരുന്നെങ്കിൽ ഈ സിനിമ വിജയിച്ചേനെ എന്ന് ഞാൻ തെളിവ് സഹിതം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതൊക്കെ പറയാൻ കഴിയും. ഇങ്ങനെ നല്ലൊരു സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂസ് പറഞ്ഞിട്ടാണ് വ്യൂസ് കിട്ടി അതിന് എന്തെങ്കിലും ക്യാഷ് കിട്ടുന്നതെങ്കിൽ അതിങ്ങനെ തിന്നാൻ പറ്റില്ല. ആശുപത്രി കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു നല്ല സിനിമയാണ്. അത് എടുത്തവർ ഒരു ജനത തന്നെ എൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഒരു ജനത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തെരുവുകളിലൊക്കെ ആ സിനിമയുടെ പോസ്റ്റർ ഒട്ടിച്ച, മൈദ തേച്ചിട്ട് ഒട്ടിക്കുന്നില്ലേ ചുമരിൽ, അവൻ മുതൽ നിങ്ങൾക്ക് ആ സിനിമ തിയേറ്ററിൽ ആ ഡോറ് തുറന്നു കൊടുത്ത് ടിക്കറ്റ് കയറി അകത്തേക്ക് കയറ്റി വിടുന്ന ഒരുത്തനില്ലേ, അവൻ, ആ സിനിമാ തിയേറ്ററിൽ ടിക്കറ്റ് തരുന്നവൻ, ആ തിയേറ്റർ ഉടമ, അതേപോലെ ഈ സിനിമയിൽ പ്രവർത്തിച്ച പ്രൊഡ്യൂസർ മുതൽ ആ സിനിമയിലെ ഏറ്റവും ചെറിയ ആർട്ടിസ്റ്റ് വരെ ഒരു ജനതയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പം നല്ല സിനിമയായിരുന്നിട്ട് ആ സിനിമ മോശം എന്ന് പറഞ്ഞാൽ അവരുടെ കഞ്ഞിയിൽ നമ്മൾ മണ്ണ് വാരിയിട്ടാൽ നമ്മുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടാൻ ഒരാളുണ്ടാകും. കാരണം മുകളിൽ ഒരാളുണ്ട്. അങ്ങനെ ഒരു വിശ്വാസമുള്ള വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് നല്ല സിനിമയെ ഒരിക്കലും ഞാൻ മോശമായിട്ട് പറയില്ല. അതേപോലെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു സിനിമയ്ക്ക് പോയപ്പോൾ ആ സിനിമ നിങ്ങൾക്ക് നല്ല സിനിമയാണെന്ന് മനസ്സിലായി. പക്ഷേ നിങ്ങൾ സിനിമാ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് നിങ്ങളുടെ കൂട്ടുകാർ ഒരു 4-5 പേര് പറയുകയാണ്, എന്ത് പടമാണ് അത്, ഒരു ഊളപ്പടം, ഒരു കൂതറപ്പടം, അല്ലെങ്കിൽ ലാഗ്, അപരാധം, ആവറേജ്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങളെന്താ ഓട്ടോമാറ്റിക്കായിട്ട് പറയുക, ഇവരൊക്കെ ഇങ്ങനെ പറയുന്നു, അപ്പോൾ ഞാൻ ഈ സിനിമ നല്ലതാ പറഞ്ഞാൽ ഇവരെന്നെ കളിയാക്കും, അല്ലെങ്കിൽ സിനിമ മനസ്സിലാക്കാൻ കഴിയാത്തൊരു മണ്ടനായിട്ട് ഇവരെന്നെ ചിത്രീകരിക്കും. അപ്പം നമ്മൾ എന്ത് പറയും, ആ ശരിയാണ്, ഒരു ആവറേജ് പടം, കുഴപ്പമില്ല, കുറച്ച് ലാഗുണ്ട്, ഇങ്ങനെയല്ലേ പറയുക. എന്നാൽ അങ്ങനെ നിങ്ങൾ പറയരുത്. എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു സിനിമ കണ്ടാൽ അത് നല്ല സിനിമയാണെങ്കിൽ നല്ലതാണെന്ന് തന്നെ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ മനസാക്ഷി തന്നെ നമ്മളെ പിന്നീട് കുത്തിക്കൊണ്ടിരിക്കും. നമ്മൾ നല്ല സിനിമ കണ്ടിട്ട് അതിനെ മോശമായി പറഞ്ഞു എന്ന്. പിന്നെ മാത്രമല്ല, മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കാരണം ഒരു നല്ല സിനിമയ്ക്ക് ഒരു പ്രേക്ഷകൻ തിയേറ്ററിലേക്ക് പോകാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സിനിമ എടുത്തവരുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ളവരുടെ ആ ഭക്ഷണത്തിൽ, കഞ്ഞിയിൽ മണ്ണ് വാരിയിടുകയാണ്. അപ്പം നിങ്ങളുടെ ഭക്ഷണത്തിലും മണ്ണ് വാരിയിടാൻ ഒരാളുണ്ടാവും. ഇത് സത്യമാണ്. ആ പരിപാടിക്ക് എന്നെ കിട്ടില്ല. അങ്ങനെ തെറ്റായ അഭിപ്രായം പറയാനാണെങ്കിൽ ഈ ചാനലിൽ ഞാൻ കൂടുതൽ കാലം ഉണ്ടാവില്ല. എനിക്ക് വേറൊരു ചാനലുണ്ട്, ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. അത് നല്ല രീതിയിൽ പോകുന്ന ചാനലാണ്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അതിനുണ്ട്. ആ ചാനൽ തൽക്കാലം ഞാൻ അവിടെ ഒന്ന് നിർത്തി വെച്ചിട്ടാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. ഇതൊരു പുതിയ ചാനലാണ്. പക്ഷേ ഞാൻ അതിലെങ്ങനെ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നു അതുപോലെ ഇതിലും ചെയ്യുള്ളൂ. പക്ഷേ അങ്ങനെ ചെയ്തിട്ടും എനിക്ക് സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ വ്യൂസോ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ തെല്ലും അടിക്കില്ല. എനിക്ക് ഒരാളെ പറ്റിച്ച് കൊണ്ടിട്ടുള്ള പരിപാടി എനിക്കിഷ്ടമല്ല. ഇതിൽ വിജയ്ക്ക് എനർജി പോരാ, ആക്ഷനൊന്നും പോരാ എന്നാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത്. വിജയ് ഇതിൽ വൈജി മഹേന്ദ്രയുടെ ക്യാരക്ടറുടെ അടുത്ത് പറയുന്നൊരു വാക്കുണ്ട്. അതെന്താണെന്നറിയോ? അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാൻ തന്നെ പറയാം. നിങ്ങൾ ട്രെയിലറിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്നടാ ഇവൻ திருப்பி இந்த ஏஜென்சிக்கு வந்தால் இவனுக்கே வயசாகிடுச்சு, இனி இவன் இதில் வந்து என்ன செய்ய போகிறான்னு யோசிக்கிறீங்களா
എന്ന് വൈജി മഹേന്ദ്രയോട് ചോദിക്കും. അപ്പോൾ വൈജി മഹേന്ദ്ര അതിന് പറയുന്ന ഡയലോഗുണ്ട്, വയസ്സാന എന്നെ ലയൻ ഈസ് ആൾവേസ് ലയൻ എന്ന്. വിജയ് ഈ സിനിമയിൽ ഒരു സിംഹമല്ല, ഒരു ഒന്നൊന്നര സിംഹമായിട്ട് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. ഒന്നൊന്നര സിംഹമല്ല, 2 സിംഹങ്ങളായിട്ടാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ദളപതിയായിട്ട്, ഗാന്ധി എന്ന പേരിൽ ദളപതിയായിട്ടും അച്ഛൻ ക്യാരക്ടറിലും, മകനായിട്ട് ശിവ എന്ന ക്യാരക്ടറിൽ, അതായത് ഡി ഏജിങ് മേക്കിങ്ങിലൂടെ ചെറുപ്പമാക്കി അവതരിപ്പിച്ച ശിവ എന്ന ഇളയ ദളപതി എന്ന് വിശേഷിപ്പിക്കുന്ന ആ ക്യാരക്ടറിലും അഭിനയിച്ചിട്ടുണ്ട്. 2 ക്യാരക്ടറും ചെയ്തിരിക്കുന്നത് വിജയ് തന്നെയാണ്. അത് ഗംഭീരമാക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് ഡി ഏജിങ് മേക്കിങ്ങിലൂടെ വരുന്ന ശിവ ക്യാരക്ടർ ഒരു ഡ്യൂപ്പാണ്, അത് വിജയുടെ മുഖം മാത്രം മാറ്റിയിട്ട് അങ്ങനെ ചെയ്താണ്. എന്നാൽ അങ്ങനെയല്ല. അതെന്താ സംഭവം എന്ന് വെച്ചാൽ വിജയ് തന്നെയാണ് അത് അഭിനയിച്ചിരിക്കുന്നത്. എന്നിട്ട് ഡി ഏജിങ് മേക്കിംഗ് ചെയ്യുന്ന ഹോളിവുഡ് കമ്പനിക്ക് ഈ ഫൂട്ടേജുകൾ അയച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തിനെ ചെറുപ്പമാക്കി മാറ്റി, ബോഡീനെയും അതിനനുസരിച്ച് മെലിഞ്ഞ് അങ്ങനെ ആക്കി മാറ്റിയിട്ടാണ് അത് വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നത്, സിനിമ കാണുന്നത്. അത്രയേ ഉള്ളൂ. അല്ലാതെ വിജയ് അല്ലാതെ ഒരു ഡ്യൂപ്പല്ല ഇത് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ വായിച്ചറിഞ്ഞ ഒരു റിപ്പോർട്ടാണ്, അതാണ് സത്യം. റിവ്യൂ വീഡിയോ ചെയ്യുന്നവർ പറഞ്ഞത് ഡി ഐ ജി മേക്കിങ്ങിലൂടെ ചെയ്ത ശിവ ക്യാരക്ടർ കുഴപ്പമില്ല, പക്ഷേ അച്ഛൻ്റെ ക്യാരക്ടർ ഉറങ്ങിപ്പോയി, അത് സുഖമില്ല എന്നാണ്. അങ്ങനെ ഇല്ല. ഈ സിനിമയിൽ മൊത്തത്തിൽ ആ സിനിമയെ കൊണ്ടുപോയിരിക്കുന്നത് സത്യത്തിൽ ശിവ ക്യാരക്ടർ തന്നെയാണ്. അത് ഈ സിനിമയിൽ അങ്ങേരുടെ റോള് വരുന്ന നിമിഷം മുതൽ അവസാനം വരെ ഈ സിനിമയുടെ ലെവൽ തന്നെ വേറെയാണ്, മാറ്റിക്കൊണ്ടുപോയി. ഞാൻ എന്നെ പ്രതീക്ഷിച്ചില്ല. ഇൻ്റർവെല്ലിൻ്റെ സമയമായപ്പോൾ ഇത് എന്താ സംഭവിക്കാം, അത് വളരെ സോഫ്റ്റായി പോകുന്ന പോലെ തോന്നിയിട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് ആളുടെ രൂപം തന്നെ മാറി. രൂപം എന്ന് പറഞ്ഞാൽ സ്വഭാവം എല്ലാം ഒരു ഫുൾ സൈക്കോ മോഡലിലാണ് പുള്ളി ഇളയദളപതിയുടെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഗാന്ധിയായിട്ട് വന്നിരിക്കുന്ന അച്ഛൻ്റെ ക്യാരക്ടറും ഒരു കുറവുമില്ല. പക്ഷേ ഈ സിനിമയിൽ ഗാന്ധിയുടെ ക്യാരക്ടർ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒന്ന് താഴ്ത്തുന്നുണ്ട്. അതെന്തിനാണ് താഴ്ത്തുന്നത്? ഈ ശിവ ക്യാരക്ടറിനെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഗാന്ധിയെ താഴ്ത്തിയത്. പക്ഷേ ഇങ്ങനെ താഴ്ത്തി വെച്ചാലും സിനിമയുടെ അവസാനം എത്തിയപ്പോൾ ഗാന്ധിയും ഇങ്ങനെ വന്നു, ശിവയും ഇങ്ങനെ വന്നു. രണ്ടും ഈക്വലായിട്ട് തന്നെയാണ് സിനിമ അവസാനിക്കുന്നത്. 2 ക്യാരക്ടറിലും ആക്ഷൻ രംഗങ്ങളാകട്ടെ, സെൻറ്റിമെൻറ്റ്സ് ആകട്ടെ, എല്ലാം തന്നെ നന്നായിട്ട് വിജയ് ചെയ്തിട്ടുണ്ട്. ഒരു കുറവുമില്ല. വിജയ് ഈ സിനിമയിൽ അത്ര പോരാ, ഇത്ര പോരാ, എന്തൊക്കെ വർത്താനം കേൾക്കുന്നത് പ്രിയപ്പെട്ടവരെ. സത്യത്തിൽ ഞാൻ വിജയുടെ ഫാൻസ് അല്ല കേട്ടോ. ഞാൻ വിജയുടെ ഫാൻ അല്ല. ഞാൻ തമിഴിൽ എക്കാലത്തും രജനിയുടെ ഫാനാണ്. രജനിയുടെ സിനിമയാണ് എനിക്ക് പണ്ട് മുതലേ ഇഷ്ടം. പക്ഷേ രജനി തന്നെ തെറ്റായിട്ട് ഒരു നല്ല സിനിമ അഭിനയിച്ചിട്ടില്ലെങ്കിൽ ഞാനത് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. ഉദാഹരണത്തിന് ജയിലർ സിനിമയിൽ രജനിക്ക് സത്യത്തിൽ ആക്ഷൻ ഉണ്ടോ? ആ സിനിമ വൻ വിജയമാണ്. ഓക്കെ, അനിരുദ്ധിൻ്റെ മ്യൂസിക് കൊണ്ടും ആ കാമിയോ റോൾ കൊണ്ടും എല്ലാം ഓക്കെ. അതിൽ രജനിക്ക് എവിടെയാണ് ശരിക്കും ആക്ഷൻ ഉള്ളത്? ചെറിയ ആക്ഷൻ രംഗങ്ങളല്ലേ അദ്ദേഹത്തിനുള്ളൂ. പക്ഷേ നല്ല സിനിമയാണ്, നന്നായിട്ടുണ്ട്, ഓക്കെ. പക്ഷേ രജനിക്ക് അതിലെ ആ സിനിമയിൽ രജനിയാണ് ഇങ്ങനെ പറയുന്നത് അദ്ദേഹം അത്ര പോരാന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ. പക്ഷേ ഇതിൽ അങ്ങനെ പറയാൻ പറ്റുമോ? വിജയുടെ ആ റോൾ എത്ര ബുദ്ധിമുട്ടിയാണ് ആ 2 റോളും ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പോരാ പോലും, അപരാധാണ് പോലും, ആവറേജാണ് പോലും, ലേഗാണ്. ഇവിടെ ഈ സിനിമയിൽ എവിടെ ലേഗ്? ഈ സിനിമയുടെ ആദ്യ ഭാഗത്ത് ട്രെയിനിലൊരു ഗംഭീര സംഭവം കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഈ സിനിമയിൽ ഒരു ഫാമിലി സെൻറ്റിമെൻറ്റ്സിലൂടെയാണ് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് അതിനങ്ങോട്ട് ഉയർത്തുന്നുണ്ട്. ആ ഉയർത്തുന്നതിന് മുമ്പ് ഈ ഫാമിലി സെൻറ്റിമെൻറ്റ്സിനെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് അതിൽ കോമഡി ചേർത്തിട്ടുണ്ട്, ഫാമിലി സെൻറ്റിമെൻറ്റ്സ് ചേർത്തിട്ടുണ്ട്, അതേപോലെ കുറച്ച് കരയിപ്പിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ടായിട്ടോ. എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഫാമിലി സെൻറ്റിമെൻറ്റ്സ് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇതെന്തിനാ ഇങ്ങനെ കൊണ്ടുപോയിരിക്കുന്നതെന്ന് വെച്ചാൽ വൈഫായ സ്നേഹയുടെ ക്യാരക്ടറിന് വിജയുടെ മേലെ സംശയം വരുമ്പോഴേ ആ നിറഗർഭിണിയായ ആ സ്നേഹയുടെ ക്യാരക്ടറിനെയും കൊണ്ട് ബാങ്കോക്കിലേക്ക് പോകാൻ വിജയിനൊരു കാരണം കൊടുക്കണം. അതിനാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. അതുമാത്രമല്ല ഫാമിലി ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടാം. വിജയുടെ സിനിമയിലൊക്കെ ഒരു സെൻറ്റിമെൻറ്റ്സ്, അതുപോലെ ഫാമിലി വിഷയങ്ങൾ, കോമഡിയൊക്കെ ചേർക്കാറുണ്ട്. അത് തന്നെയാണ് ഇവിടെയും വെങ്കട് പ്രഭു ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ ഡയറക്ടർ, അദ്ദേഹത്തിന് ഒരു തെറ്റും പറ്റിയിട്ടില്ല. ഈ കഥ ആ ഒരു ഭാഗം വെക്കാതെ ഈ സിനിമയെ എഴുതാമായിരുന്നു. ഞാൻ തന്നെ വേണമെങ്കിൽ എഴുതി കൊടുക്കും.
ഒരു വിഷയമില്ല, ആ ഭാഗം വേണ്ട, വേറെ പോലെ എഴുതാം. പക്ഷെ അദ്ദേഹം ചിന്തിച്ചത് ഒരു റൈറ്റർക്ക് അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു കഥ എഴുതാം. പക്ഷേ ആ കഥ ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കണം. ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് വെങ്കട് പ്രഭു ഈ സിനിമ എഴുതിയിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല. എന്നിട്ട് അവിടെ വെച്ചിട്ട് ബാങ്കോക്കിൽ വെച്ചിട്ട് വലിയൊരു ടേണിംഗ് പോയിൻ്റ് ഈ സിനിമയിൽ സംഭവിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വിജയുടെ ക്യാരക്ടർ അങ്ങനെ മുട്ടുകുത്തി ഇരുന്നിട്ട് കരയുന്നൊരു കരച്ചിലുണ്ട്. എനിക്ക് ഉള്ളിലിങ്ങനെ കുത്തി ആ നിമിഷം. കാരണം എനിക്കും മക്കളുണ്ട്, 3 മക്കളുണ്ട്. അപ്പോൾ അവർക്കാണ് ഇതുപോലെ ഒരു സംഭവം ഉണ്ടാകുന്നതെങ്കിൽ ഞാൻ കരയില്ലേ? അപ്പോൾ ഫാമിലി ഓഡിയൻസിൽ മക്കളുടെ മേലെ സ്നേഹമുള്ളവർക്കൊക്കെ ആ സീന് കാണുമ്പോൾ തീർച്ചയായും കരഞ്ഞിട്ടുണ്ടാവും. അത് ഇവർ കളിയാക്കുകയാണ് പലരും. അതേപോലെ അമ്മ മോനെ കാണുന്ന സമയത്ത് മോനെ എന്ന് പറഞ്ഞിട്ട് കരയാണ് എന്നൊക്കെയാണ് ഓരോ റിവ്യൂവർ പറയുന്നത്. എന്ത് പൊട്ടത്തരാ ഇവർ പറയുന്നത്. മോനെ പെട്ടെന്ന് ഒരു ദിവസം തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അമ്മ ഹായ് മോനെ സുഖമാണോ എവിടെയായിരുന്നു അങ്ങനെയാണോ ചോദിക്കുക? അമ്മ സന്തോഷം കൊണ്ടുള്ള ഒരു കരച്ചിലാണ് ആ സീനിൽ കാണിക്കുന്നത്. അതൊക്കെ തെറ്റാണെന്നാണ് റിവ്യൂസിൽ പറഞ്ഞിരിക്കുന്നത്. എന്താ പ്രിയപ്പെട്ടവർ, ഇതൊക്കെ അടുക്കുന്ന പ്രവൃത്തിയാണോ? എനിക്കത് കണ്ടിട്ട് ആകെ ഷോക്കായി. ഞാൻ ഇങ്ങനത്തെ നുണയൊന്നും പറയില്ല കേട്ടോ. അങ്ങനെ ഒക്കെ പറഞ്ഞിട്ട് വ്യൂസ് വരുന്നെങ്കിൽ എനിക്ക് വ്യൂസ് വരണ്ട. ഞാൻ സത്യം പറയും, സത്യസന്ധമായ രീതിയിൽ പോവും. അതിൽ ഞാൻ വിചാരിച്ച പോലെ പോകുന്നില്ലെങ്കിൽ ചാനലിന് സലാം പറഞ്ഞിട്ട് ഞാൻ പോവും. ഞാൻ സത്യസന്ധമായി ചെയ്ത് ഇതിൽ വിജയിക്കുക തന്നെ ചെയ്യും, അത് വേറെ വിഷയം. പറയുക അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പരിപാടി നിർത്തിയിട്ട് മറ്റേ ചാനലിൽ എനിക്ക് കുറേ വർക്കുണ്ട്, ഞാൻ അതൊക്കെ നിർത്തി വെച്ചിട്ട് തൽക്കാലം ഇതിൽ കയറിയതാണ്. ഇനി എന്തായാലും 2 ചാനലും ഒരേപോലെ ഞാൻ കൊണ്ടുപോകും. ഇങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്കിതിൽ നിലനിൽക്കാൻ പറ്റില്ല. ഞാൻ നുണ പറയാൻ എനിക്ക് പറ്റില്ല. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിനിമ മോശം സിനിമയാണെങ്കിൽ ഞാനത് മോശമായിട്ട് തന്നെ പറയും കേട്ടോ. അത് ഉറപ്പാണ്. അതിലൊരു മാറ്റമില്ല, ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല, ഒരു ദയാദാക്ഷിണ്യം ഉണ്ടാവില്ല. എൻ്റെ മുമ്പിൽ അപ്പോൾ ഒരു ഫിലിം ഇൻഡസ്ട്രി ഒന്നും അല്ല നിൽക്കുന്നത് നിങ്ങളാണ്, നിങ്ങളും ഞാനുമാണ്. കാരണം നമ്മൾ ഈ കീശയിൽ നിന്ന് കാശെടുത്ത് കൊടുത്തിട്ടാണ് സിനിമ കാണുന്നത്. അപ്പോൾ ആ സിനിമ രസമില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് പറയണം. അല്ലാതെ ഇത് ഒരു സിനിമ ഇൻഡസ്ട്രി എടുത്തിട്ട് കഷ്ടപ്പെട്ടതാണെന്നൊന്നും അവിടെ വിഷയമില്ല. കാരണം നമ്മളും കഷ്ടപ്പെട്ട കാശുണ്ടാക്കുന്നത്. അതേപോലെ തിയേറ്ററിൽ പോയിട്ട് നമ്മൾ സമയം കളയുകയും വേണം. അപ്പം നല്ലതല്ലെങ്കിൽ നല്ലതല്ല എന്നും നല്ലതാണെങ്കിൽ നല്ലതാണെന്നുള്ള വെള്ളം ചേർക്കാത്ത റിവ്യൂവേ ഈ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ ക്യാമറ ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ മോശമാണെന്ന് ഒരിതിൽ കണ്ടു. എന്താ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു ക്യാമറേനെ വെച്ചിട്ട് മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്ന പോലെയാണോ ഒരു സിനിമ? അതിന് ക്യാമറേനെ ആർട്ടിസ്റ്റിൻ്റെ പുറകെ ഓടിക്കൊണ്ട് നടക്കണം, ക്രെയിനിലെടുക്കണം, റെയിലിലെടുക്കണം, ആകാശത്ത് ഷൂട്ട് ചെയ്യണം. എത്ര പണിയുണ്ട്. അതേപോലെ ഇതുപോലത്തെ പാട്ട ക്യാമറയൊന്നും അല്ല അവർ ഉപയോഗിക്കുന്നത്. ഒരുപാട് ലക്ഷങ്ങളുടെ ക്യാമറ ഉപയോഗിച്ചാണ് അവർ ചെയ്യുന്നത്. ഒരു കുഴപ്പമില്ല. ഈ സിനിമ നല്ല രീതിയിൽ തന്നെയാണ് ക്യാമറ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് അങ്ങനെ ഒരു വർത്തമാനം വന്നിരിക്കുന്നു. അതൊക്കെ നോക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വന്നത് സത്യം പറഞ്ഞാൽ. പിന്നെ ഇതിൽ കുറേ കാമിയോ റോൾസ് കൊണ്ടുവന്നിട്ടാണ് ഈ സിനിമയെ വിജയിപ്പിക്കാൻ, തടിതപ്പിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിൻ്റെ ഒന്നും ഈ സിനിമയ്ക്ക് ആവശ്യമില്ല. കാമിയോ റോൾ ഇല്ലെങ്കിലും വിജയുടെ ആ ഡി-ഏജിങ് മേക്കിങ്ങിലൂടെയുള്ള ശിവ ക്യാരക്ടർ ഒറ്റ മതി ഈ സിനിമ വിജയിക്കാൻ. ഗംഭീരമാണ്. ഈ വിജയ് ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാവും. അങ്ങേര് സിനിമ വിട്ടു പോകാനുള്ള പ്ലാനിലാണ്. വലിയ സങ്കടമുണ്ട്, അതേസമയം ഒരു സന്തോഷമുണ്ട്. അദ്ദേഹം നന്മ പ്രവർത്തികൾക്കാണ് രാഷ്ട്രീയപരമായിട്ട് പോകുന്നത്. തമിഴ്നാട്ടിലും ഇദ്ദേഹത്തെ രാഷ്ട്രീയത്തിൽ താഴ്ത്താൻ വേണ്ടി ഈ സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂസ് പറയുന്ന ചാനലുകൾ ഉണ്ട് കേട്ടോ. ഞാനത് കണ്ടു. ഒരു പ്രധാന ചാനലിൽ ഇല്ലാത്ത നുണയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും അങ്ങേർക്ക് വിഷയമാവില്ല. അങ്ങേരെ എപ്പോഴും ഈ ആൾ സൈലൻ്റ് ആണെങ്കിലും മണ്ട ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. എവിടെയും വിജയിക്കും. രാഷ്ട്രീയത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയില്ല. ഇനി അദ്ദേഹം അതിൽ വിജയിച്ചിട്ടില്ലെങ്കിലും സിനിമയിലേക്ക് തിരിച്ചു വന്ന അങ്ങേരെ വിട്ട് ഒരാൾ ലയൺ ഈസ് ആൾവേസ് ലയൺ തന്നെയാണ്. അങ്ങേരെ വിട്ടൊരു ആൾ തമിഴിൽ ഉണ്ടാവില്ല. കാരണം ഒരു ഫുൾ ഹാർഡ് വർക്കറാണ് വിജയ്. പിന്നെ കാമിയോ റോൾസ്. ഒരു ഡയറക്ടർക്ക് ഒരു സിനിമ എങ്ങനെയൊക്കെ വിജയിപ്പിക്കണമെന്ന് തോന്നുന്നോ അങ്ങനെയൊക്കെ ചിന്തിക്കാം. ഇപ്പോൾ ജയിലറിൽ കാമിയോ റോളിൽ ലാലേട്ടൻ പോയിട്ടില്ലേ? അത് നമ്മുടെ കേരളക്കാരെ മൊത്തം ഇഷ്ടപ്പെട്ടില്ലേ? കേരളം മാത്രമല്ല, എല്ലാ സ്ഥലത്തും ലാലേട്ടൻ്റെ ആ വേഷം ഇഷ്ടപ്പെട്ടു. അതേപോലെ മറ്റ് കാമിയോ റോൾസ് അതിലുണ്ട്. അപ്പോൾ അതുപോലെ കാമിയോ റോൾസിനെ വെക്കാം. ഇപ്പോൾ ഇതിൽ വിജയകാന്തിനെ കാണിച്ചിട്ടുണ്ട്, അതേപോലെ ഒരു പ്രശസ്ത താരത്തെ കാണിച്ചിട്ടുണ്ട്, മറ്റേ അജിത്തിൻ്റെ ഒരു വിഷയം വരുന്നുണ്ട്, തൃഷ വരുന്നുണ്ട്, പിന്നെ ധോണി
വരുന്നുണ്ട്. ഇതൊക്കെ അവർ ഉപയോഗിച്ചിരിക്കുന്നത് ആ ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, അവരുടെ ആരാധകരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതിൽ ഈ വെങ്കട്ട് പ്രഭു വിജയിച്ചിരിക്കുകയാണ്, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ എല്ലാ റിവ്യൂവേഴ്സും പറയുന്ന ഒരു വിഷയം, മങ്കാത്ത പോലെയില്ല, മങ്കാത്ത പോലെയില്ല, മങ്കാത്ത പോലെയില്ല. എന്ത് മങ്കാത്ത? അജിത്തിൻ്റെ മങ്കാത്ത സിനിമ നല്ലൊരു ഫിലിം, ഓക്കെ. ഈ മങ്കാത്ത പോലെയാണ് ഗോട്ട് ഇരിക്കേണ്ടതെങ്കിൽ പിന്നെ ഗോട്ടിന് എന്താ പറയുക? ഗോട്ട് പോലെയല്ലേ ഇരിക്കേണ്ടത്, അല്ലാതെ മങ്കാത്ത പോലെയാണോ ഇരിക്കേണ്ടത്? മങ്കാത്ത സിനിമയുടെ ലെവൽ വേറെ, ഗോട്ടിൻ്റെ ലെവൽ വേറെ. എൻ്റെ കണ്ണിൽ ഗോട്ട് സിനിമയുടെ കഥ, ഫാമിലി സെൻറ്റിമെൻറ്റ്സ്, ഇതൊക്കെ മങ്കാത്തയുടെ മുൻപിൽ എനിക്ക് അങ്ങനെ തൃപ്തി തോന്നിയിട്ടില്ല കേട്ടോ. മങ്കാത്ത ഓക്കെ, നല്ല ഒരു വിജയിച്ച പടമാണ്. പക്ഷേ എനിക്ക് ആ സിനിമ ഞാൻ കുറച്ചേ കണ്ടിട്ടുള്ളൂ, ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല, ടി വിയിലാണ് അതിൻ്റെ കുറച്ച് ഭാഗമേ കണ്ടിട്ടുള്ളൂ. കണ്ടിടത്തോളം എനിക്ക് വലിയൊരു ഇതൊന്നും തോന്നിയില്ല. പക്ഷേ അതിൻ്റെ മ്യൂസിക്കൊക്കെ ഞാൻ റിംഗ് ടോൺ ആയിട്ട് ഉപയോഗിച്ചിരുന്നു. നല്ല മ്യൂസിക്കാണ്, ആ ടണ്ടേ ആ പറയണ ആ മ്യൂസിക് ഉഗ്രം മ്യൂസിക്കാണ്, റിംഗ് ടോൺ ആയിട്ട് ഞാൻ വെച്ചിരുന്നു. അതൊക്കെ ഓക്കെ. പക്ഷേ ഗോട്ട് അതേപോലെ ഇരിക്കണം, ഒരു സിനിമ മറ്റൊരു സിനിമ പോലെ ഇരിക്കണം എന്ന് എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? ഗോട്ട് പോലെ ഇരുന്നാൽ മതി. ഈ ഗോട്ടിനെ താണ്ടാൻ വേറൊരു സിനിമയും വേറെ വരില്ല. അതുപോലെ ഇതിൽ അതേപോലെ മാനാട് സിനിമ അതുപോലെ ഇല്ല. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ സിനിമ പോലെ തന്നെ ഇരുന്നാൽ മതി. അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. ഈ സിനിമ വ്യാഴാഴ്ച ഇറങ്ങി. വ്യാഴം, വെള്ളി, ശനി, ഞായർ ഈ 4 ദിവസങ്ങളിൽ ആഗോളതലത്തിൽ വേൾഡ് ലെവലിൽ വന്നിരിക്കുന്ന കളക്ഷൻ 300 കോടിയോളം ആയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തല്ലിപ്പൊളി പടമാണെങ്കിൽ ഇങ്ങനെ സ്കോർ ചെയ്യുമോ? തമിഴ്നാട്ടിലൊക്കെ ഇത് വൻ വിജയം 3-4 പ്രാവശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലും അതെ, ഇപ്പോൾ നല്ല രീതിയിൽ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ഈ സിനിമ എന്തായാലും ഒരാഴ്ച ആവുമ്പോഴേക്കും ഒരു 500 കോടിയിൽ എത്തും എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും എത്തും. ഈ സിനിമയുടെ ചെലവ് ചെയ്ത ക്യാഷ് ഏകദേശം വന്നു കഴിഞ്ഞു. ഇനി അവിടുന്ന് അങ്ങോട്ട് ചാകരയായിരിക്കും, ചാകര. ലിയോയുടെ ആ ഒരു റെക്കോർഡിനെ ഇത് താണ്ടുമോ എന്ന് നമുക്ക് നോക്കാം, എന്താകും എന്നറിയില്ല. എന്തായാലും വൻ വിജയമാണ് സിനിമ. ഇനി ഇതിൽ ഞാൻ കണ്ട നെഗറ്റീവ് വിഷയങ്ങൾ പറയാം. ഈ സിനിമയുടെ ആസ്വാദനത്തെ തെല്ലും ബാധിക്കാത്ത നെഗറ്റീവ് വിഷയങ്ങൾ. ഒന്നാമത്തേത്, ഇതിൽ വിജയകാന്തിനെ കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കാണിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയി. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു മഹാനടനാണ്. അദ്ദേഹത്തിൻ്റെ മുഖം അതും AI-ൽ ആണ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. കുറച്ച് കാണിച്ചിട്ട് അതൊരു ഡൂപ്പായിട്ടാണ് വിജയകാന്തിനെ ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ശരിക്കും ഡൂപ്പായിട്ട് വരേണ്ട ആളല്ല വിജയകാന്ത്. അദ്ദേഹം ഒരു കാമിയോ റോളിൽ തന്നെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് പുറംകാല് കൊണ്ടിട്ടുള്ള ഫൈറ്റാണ്. അത് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. അതിന് അദ്ദേഹത്തിന് അവാർഡ് കൂടി കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ആക്ഷൻ രംഗത്തിലാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ അവിടെ പുറംകാല് കൊണ്ടുള്ള ഒരു ആക്ഷൻ വെച്ചിരുന്നെങ്കിൽ തമിഴ്നാട് കത്തിയിട്ടുണ്ടാവും. കാരണം ക്യാപ്റ്റൻ്റെ ഏറ്റവും ഹൈലൈറ്റ് മാസ്റ്റർ പീസ് അതാണ്. അതവർ വെക്കണമായിരുന്നു. അത് വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ ഒരു സങ്കല്പത്തിൽ ഞാൻ പറയാം, അത് വെച്ചിരുന്നെങ്കിൽ ഈ സിനിമയുടെ ലെവൽ എങ്ങോട്ടോ പോകുമായിരുന്നു. ഞാൻ ആ മുഖം കണ്ടപ്പോൾ അങ്ങനെ വിചാരിച്ചു. പിന്നെ നോക്കിയപ്പോൾ ആ മുഖത്തെ വലിച്ചു കീറി കളയുന്ന അതെനിക്ക് അത്രയ്ക്ക് പറ്റിയില്ല. പക്ഷേ എന്നാലും അതൊരു ഈ സിനിമയെ ബാധിക്കുന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഈ സിനിമയിൽ 16 വയസ്സിലുള്ള വിജയിനെ കാണിക്കുന്നുണ്ട്. 16-18 ആ മുഖം ശരിയായില്ല. ഒരു വലിയ കണ്ണൊക്കെ ആയിട്ട് എന്തോ പോലെയാണ് കാണിച്ചത്. ഈ DIG മേക്കിങ്ങിലൂടെ വന്ന ശിവ ക്യാരക്ടറിനെ ഇവർ ഗംഭീരമാക്കിയിട്ടുണ്ട് ഈ സിനിമയിൽ. അഭിനയം മാത്രമല്ല, ആ രൂപം. അപ്പം അതേപോലെ കുറച്ച് നേരത്തേക്ക് ഈ 16 വയസ്സുള്ള വിജയിനെ കാണിക്കുന്നുള്ളൂ. അതും ഗംഭീരമാക്കായിരുന്നു. അത് ചെയ്തില്ല. പക്ഷേ അതും ഈ സിനിമയുടെ ആസ്വാദനത്തെ തെല്ലും ബാധിക്കുന്നില്ല. അതൊരു കുറവായി തോന്നിയെങ്കിലും തെല്ലും ബാധിക്കുന്നില്ല. ഇനി അടുത്തത്, ഈ സിനിമയുടെ ഒരു പകുതിയൊക്കെ ആവുമ്പോൾ, പകുതിയല്ല, ഞാൻ കറക്റ്റ് സ്ഥലം പറയുന്നില്ല, ആ സസ്പെൻസ് ഞാൻ പൊളിക്കരുതല്ലോ, അതുകൊണ്ടാണ് പറയുന്നത്. ഒരു ക്യാരക്ടറിനെ വെടിവെക്കുന്നുണ്ട്. വെടിവെക്കുമ്പോൾ 3 വെടിയുണ്ട അദ്ദേഹം കൊള്ളുന്നുണ്ട്. കൊണ്ടത് അദ്ദേഹം മരിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പല്ലിളിച്ചുകൊണ്ട് വന്ന് നിൽക്കുന്നു ജീവനോടെ. അപ്പോൾ ആ മരിക്കുന്ന സീന് ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്നുണ്ട്. വീണ ആൾ കണ്ണിങ്ങനെ അടച്ച ആൾ ഇങ്ങനെ തുറന്നിട്ട് ഇന്ന് ചിരിച്ചിട്ട് വരുന്നു. അതെങ്ങനെ നമുക്ക് ജീർണിക്കാനാവും? അതിനൊരു ലോജിക്ക് വേണ്ടേ? വെടി കൊണ്ടു കഴിഞ്ഞാൽ തനിക്കത് ഏറ്റിട്ടില്ല എന്ന് കാണണമെങ്കിൽ ഉള്ളിൽ ബുള്ളറ്റ് പ്രൂഫ് ഉള്ളതായിട്ട് ആ സീനിൽ ഒന്ന് ജസ്റ്റ് ആ ഷർട്ടൊന്ന് അഴിച്ചിട്ട് കാണിച്ചാൽ മതി. അത് ഇതിൽ കാണിച്ചിട്ടില്ല. അതൊരു കുറവ് എനിക്ക് തോന്നി. അതും ഈ സിനിമയുടെ ആസ്വാദനത്തെ ബാധിക്കുന്നില്ല. ഇനി
വേറൊരു പ്രധാന വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതിലെ ഒരു മെയിൻ ക്യാരക്ടറിന് ഇവിടെ വെടികൊള്ളുണ്ട്. ഇവിടെ വെടികൊണ്ടാൽ എന്താ സംഭവിക്കുക? അത് ഇത് കൂടെ പോവും, മാത്രമല്ല തലച്ചോറങ്ങോട്ട് തെറിക്കും ഇല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുക? അയാൾ എന്തായാലും മരിക്കും. പക്ഷേ അയാളും ഈ സിനിമയിൽ പിന്നെ വന്ന് നിൽക്കുന്നുണ്ട്. അതൊരു കുറവ് തന്നെയാണ്. അതൊന്നും ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. കാരണം അത് എങ്ങനെയോ ജീവിച്ചു വന്നു അങ്ങനെ. പക്ഷെ അങ്ങനെയല്ല, അവിടെ ഒരു ലോജിക്ക് വെക്കണം. കാരണം ഇവിടെ വെടിവെക്കുന്നതിന് വരെ ഇവിടെ എവിടെയെങ്കിലും കൊണ്ടിട്ട് ഇതേപോലെ ബുള്ളറ്റ് പ്രൂഫ് ഉണ്ടായിരുന്നു എന്ന രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനെയുള്ള മൈനസ് പോയിന്റുകളെ ഞാൻ ഇതിൽ കണ്ടുള്ളൂ. പക്ഷേ ഇതൊന്നും തന്നെ ഈ സിനിമയെ ബാധിച്ചിട്ടില്ല. അതേപോലെ മറ്റൊരു കാര്യം, ഒരു പ്രശസ്ത നടനെ ഇതിൽ കാമിയോ റോളിൽ വരുന്നുണ്ട്. ആ വരുന്ന നടൻ വെറുതെ അങ്ങനെ നിൽക്കുന്നു എന്നല്ലാതെ അങ്ങേർക്കൊരു ആക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങേരെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് പോകുന്നുണ്ട്. അതൊക്കെ എന്നാലും ഒരു ആക്ഷനൊക്കെ കാണിക്കണ്ടേ? കാരണം വലിയൊരു നടനാണ്, തമിഴ്നാട് അംഗീകരിച്ച ഒരു നടനാണ്. അപ്പോൾ അതും ഒരു ചെറിയ കുറവായിട്ട് തോന്നി. അതേപോലെ ധോണിയെ കാണിക്കുന്നുണ്ട്. ധോണിയെ ഒന്നും ഇവിടെ ആരോടും മിണ്ടുന്നും പിടിക്കുന്നൊന്നും, അങ്ങേര് ക്രിക്കറ്റ് കളിക്കുകയാണ്. അപ്പോൾ അതും അങ്ങനെ ഓരോ ചെറിയ ചെറിയ വിഷയങ്ങളാണ്. ഞാൻ ഇത് ശ്രദ്ധിക്കുമല്ലോ, എനിക്ക് ഒരു സിനിമ കണ്ടാൽ എല്ലാം മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളിലും ഒരുപാട് പേർക്ക് അത് അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ച കാര്യം പറഞ്ഞാൽ. അതേപോലെ ഒരാൾ പറയുന്നത് ഇദ്ദേഹം മറ്റേ ആൻറ്റി ടെററിസ്റ്റ് ഏജൻ്റായിരുന്നിട്ട് ഏജൻറ്റിൻ്റെ ഒരു പ്രവൃത്തിയും ചെയ്തില്ല എന്നാണ് പറയുന്നത്. ഇങ്ങേര് ശരിക്കും സിനിമ കണ്ടോ? ആ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ആ ട്രെയിനിലുള്ള വിഷയം ടെററിസ്റ്റിനോട് എതിരായി ചെയ്യുന്ന അവർക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ്. രണ്ടാമത് ഈ സിനിമയിലുടനീളം ചെയ്യുന്നത് ടെററിസ്റ്റിനെതിരെയുള്ള പോരാട്ടം തന്നെയാണ്. പക്ഷെ അത് സ്വന്തം വീടുമായി സ്വന്തം ഫാമിലിയുമായി ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. അവസാന നിമിഷത്തിൽ ആ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലൊരു സംഭവമുണ്ട്. അവിടെ ടെററിസ്റ്റുമായിട്ടൊരു പോരാട്ടം നടക്കുന്നുണ്ട്. അവിടെ ഒരു വലിയൊരു വിഷയമുണ്ട്. അത് ഞാൻ പറയുന്നില്ല, സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതൊക്കെ തന്നെ ടെററിസ്റ്റുമായിട്ട് തന്നെയാണ് ഏജൻ്റായ ഗാന്ധി ഈ സിനിമയിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. അല്ലാതെ ഇതിനു വേണ്ടിയിട്ട് വേറൊരു ടെററിസ്റ്റുമായിട്ട് അങ്ങനെ ഈ ഒരു ഫാമിലിയുമായി ബന്ധമില്ലാതെ വേറെ രീതിയിൽ കൊണ്ടുവരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ടോട്ടലി പറഞ്ഞാൽ ഈ സിനിമ ഒരു ഗംഭീര സിനിമയാണ്. വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് കൊണ്ട് ഈ സിനിമയിൽ ഡെഡിക്കേഷൻ ഇല്ലാതെ അഭിനയിച്ച സിനിമയൊന്നുമല്ല. ഫുൾ ഡെഡിക്കേഷനോടെയാണ് അദ്ദേഹം ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ആ ഓരോ സീനും കാണുമ്പോൾ എനിക്ക് സങ്കടം വരിക. കാരണം ഇദ്ദേഹം പോവുകയാണല്ലോ എന്നോർത്തിട്ട്. ഇനി രണ്ടാം ഭാഗം വരാൻ പോകുന്നുണ്ട്. രണ്ടാം ഭാഗം അജിത്തിനെ വെച്ചാണ് ഈ സിനിമ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ട്. അജിത്തായിരിക്കും രണ്ടാം ഭാഗത്തിൽ ഹീറോ ആയിട്ട് വരുന്നത്. അതെങ്ങനെ ഇരിക്കുന്നു എനിക്കറിയില്ല. വിജയ് ചെയ്യേണ്ടത് വിജയ് തന്നെ ചെയ്യണം. ഇനി അജിത്ത് ഒരു മഹാനടനാണ്, അദ്ദേഹം എന്തായാലും അത് ഗംഭീരമാക്കുമെന്ന് നമുക്കറിയാം. എന്നാലും വിജയിനെ ഈ സിനിമയിൽ കണ്ടിട്ട് അതിൽ അജിത്താവുമ്പോൾ അത് വിജയ് തന്നെ ചെയ്താൽ നന്നായിരുന്നു എന്നൊരു ചിന്തയാണ് എനിക്കുള്ളത്. ഇനി അജിത്ത് ചെയ്താലും ഞാനത് കാണും, ആസ്വദിക്കും. എന്തായാലും നല്ലൊരു സിനിമയാണത്. ഞാനിപ്പോൾ പോയി കണ്ടു. ഇനി കുട്ടികൾക്ക് പരീക്ഷയൊക്കെ കഴിഞ്ഞാൽ ഞാൻ ഫാമിലി ആയിട്ട് പോയിട്ട് ഈ സിനിമ കാണും. എന്തായാലും ഈ സിനിമ കുറേ ദിവസം തിയേറ്ററുകളിൽ ഉണ്ടാവും. മലയാളികളും ഫുള്ളും കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ നെഗറ്റീവ് റിവ്യൂസൊക്കെ കണ്ടിട്ടായിരിക്കാം തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നത് കുറേ എണ്ണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷേ തമിഴ്നാട്ടിൽ അത് പോയിട്ടോ ആദ്യം അങ്ങനെ പറഞ്ഞെങ്കിലും ഇപ്പോൾ കംപ്ലീറ്റ് 3-4 തവണയാണ് പോയി കാണുന്നത്. തൊണ്ട ഇടറിക്കൊണ്ടാണ് എല്ലാവരും വരുന്നത്. കാരണം ഉള്ളിൽ ഫുള്ള് കളിയാണ് അവർ, ഡാൻസും അതേപോലെ ഒച്ചയും ഒക്കെ ആയിട്ട്. ഞങ്ങളുടെ ഒച്ച പോയി ഞങ്ങളിനി എന്താ സംസാരിക്കുക എന്നാണ് പറയുന്നവർ. അപ്പോൾ എന്തായാലും നല്ലൊരു സിനിമയാണ്. എനിക്കിതിന് യാതൊരു കുറവും തോന്നിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ തന്നെയാണ് മറ്റ് റിവ്യൂവേഴ്സും. ഞാൻ അവരെ ഒരു കുറ്റമായിട്ട് പറയാമെന്ന് വിചാരിക്കരുത്. ഞാൻ സത്യസന്ധമായിട്ട് ചിന്തിക്കുന്നത് കൊണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നിയത് കൊണ്ടാണ് ഞാനതങ്ങനെ പറയുന്നത്. അല്ലാതെ അവരെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. മറ്റൊരു കാര്യം കൂടി പറയാം. ഞാനൊരു സിനിമ കണ്ടിട്ട് അതിന് നെഗറ്റീവായിട്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. മലയാളത്തിലെ ഒരു സിനിമയാണ്. ആ സിനിമയിൽ അതിലെ നടൻ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിനെ ഞാൻ വാനോളം ആ വീഡിയോയിൽ പുകഴ്ത്തി. ആ നടൻ്റെ അഭിനയം എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. അദ്ദേഹം ആ സിനിമയിൽ ഗംഭീര അഭിനയമാണ് ചെയ്തിരിക്കുന്നത്, ഒരു വേറിട്ട വേഷം. അത് ഞാൻ നന്നായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞെങ്കിലും ഈ സിനിമ എനിക്ക്
ഒട്ടും ഇഷ്ടമായില്ല. ഇതിൻ്റെ ഡയറക്ടർ ഈ സിനിമ എടുത്തില്ലായിരുന്നെങ്കിൽ നിങ്ങൾ പോയി ഈ സിനിമ കുടുംബത്തോടെ കാണുമോ എന്നൊക്കെ ഞാൻ അതിൽ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ എനിക്ക് തോന്നുന്നത് ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണെന്ന് തോന്നുന്നു. അവർ പറയുന്നത് മറ്റുള്ള റിവ്യൂവേഴ്സൊക്കെ ഈ സിനിമയ്ക്ക് നല്ല അഭിപ്രായം പറഞ്ഞു, നിങ്ങളിതിന് മോശം അഭിപ്രായമാണ് പറഞ്ഞത്, നിങ്ങളെപ്പോലെ 1-2 പേര് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഈ നിങ്ങൾ പറയുന്ന വലിയ റിവ്യൂവേഴ്സ് നല്ല അഭിപ്രായം പറഞ്ഞു എന്ന സിനിമകളൊക്കെ തിയേറ്ററിൽ 8 പൊട്ടിയിട്ടുമുണ്ട്. അതേസമയം അവർ മോശം അഭിപ്രായം പറഞ്ഞ സിനിമകളൊക്കെ വൻ വിജയമായിട്ടുണ്ട് എന്നും പറഞ്ഞു. അതിനയാൾ ഒന്നും പറയുന്നില്ല. ആ സിനിമയുടെ ആരോ ആണത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാൻ അവരോട് ഒരു ചാലഞ്ചും ചെയ്തു. ഈ കഥയെ ഞാൻ തിരക്കഥയും കഥയും തിരുത്തി വേറെ രീതിയിൽ തിയേറ്ററിൽ ഓടുന്ന പോലെ എഴുതി തരാൻ ഞാൻ ചാലഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവർ കമൻറ്റ് ഇട്ടിട്ടേയില്ല. അപ്പോൾ ഈ ചാനലിൽ ഞാൻ സത്യസന്ധമായിട്ടുള്ള റിവ്യൂവേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതിന് താല്പര്യമുള്ളവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാം. അല്ല, നിങ്ങൾ നെഗറ്റീവ് റിവ്യൂ കൊടുത്താലേ ഞങ്ങൾ ഇഷ്ടപ്പെടുകയുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ സോറി, എനിക്ക് സത്യസന്ധമായിട്ടേ പറയാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് കുറച്ച് മേലെ വിശ്വാസമുള്ള ആളാണ് ഞാൻ. എനിക്ക് പ്രേക്ഷകരുടെ കീഴിലുള്ള പൈസയും ചിന്തയാണ്. അതേപോലെ നല്ല സിനിമയാണെങ്കിൽ അതെടുത്തിരിക്കുന്ന ആ സിനിമയുടെ ഒരു ജനത, തൊഴിലാളികളുടെ ഒരു ജനതയും എൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ നല്ലതാണ് എടുത്തിരിക്കുന്നതെങ്കിൽ നല്ലതെന്നും, നല്ലതല്ലെങ്കിൽ പ്രേക്ഷകന് വേണ്ടിയിട്ട് ഞാനത് നല്ലതല്ലെന്നും തന്നെ പറയും. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.